മറ്റൊന്നുമല്ല, ബ്രാഹ്മണന്റെ 32 അടി ദൂരത്ത് മാത്രമേ നായർക്ക് നിൽക്കാൻ പാടുള്ളൂ. അയിത്തം. നായരുടെ 32 അടി ദൂരത്ത് മാത്രമേ ഈഴവന് നിൽക്കാൻ പാടുള്ളൂ. ഈഴവന്റെ 32 അടി മാത്രമേ പൊലയന് നിൽക്കാൻ പാടുള്ളൂ. അയിത്തം. ഈ നായർക്ക് ബ്രാഹ്മണന്റെ 32 അടി ദൂരത്ത് നിൽക്കേണ്ടി വരുന്നതിൽ വളരെയധികം അമർഷമുണ്ട്. എങ്കിലും ഈഴവനെ കൃത്യമായി അവർ 32 അടി ദൂരത്ത് നിർത്തിയിരുന്നു. ഇത് തന്നെയാണ് ഈഴവന്റെയും അവസ്ഥ. നായരോടും ബ്രാഹ്മണനോടും അമർഷമുണ്ട്, പക്ഷെ പൊലയനെ 32 അടി ദൂരത്ത് തന്നെ നിർത്തിയിരുന്നു. അങ്ങനെ ഒരു വൃത്തികെട്ട സംസ്കാരത്തിൽ നിന്ന് വൃത്തികെട്ട അവസ്ഥയിൽ നിൽക്കുന്ന കേരളത്തെ നോക്കി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിളിച്ചതിൽ യാതൊരു തെറ്റുമില്ല. അപ്പൊ അവിടുന്നൊക്കെ കേരളം മാറി, അവിടുന്നൊക്കെ കേരളം രക്ഷപ്പെട്ടു. പക്ഷെ പുതിയ പ്രതിസന്ധികൾ പലപ്പോഴും പല ഘട്ടങ്ങളിലുമായി വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തീർച്ചയായും മനുഷ്യൻ എന്ന് പറയുന്ന ഒരു മതം മാത്രം നമുക്ക് മതി.